ചേട്ടാ, കണ്ണൂർ രാഷ്ട്രീയം വീണ്ടും ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കെ സുധാകരൻ പാർട്ടിക്ക് മേൽ ഇപ്പോൾ ചുമത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്. അത് മുഴുവൻ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല രാഹുൽ, ഈ കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ മാത്രമല്ല ഇങ്ങനെയുള്ളത്. കണ്ണൂർ അദ്ദേഹത്തിന് ഇപ്പൊ സീറ്റ് വേണമെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് എന്താ പറയുക സ്വർണം കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് ചാഞ്ഞാൽ മുറിക്കണം എന്നൊക്കെ കമന്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ കെ സുധാകരൻ എന്ന നേതാവിനെ അത്ര കണ്ടങ്ങ് കണ്ണൂരെന്നല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് തള്ളിക്കളയാൻ കഴിയുമോ എന്നാണ് എനിക്ക് താങ്കളോട് മറുചോദ്യം ചോദിക്കാനുള്ളത്. അല്ല, സ്വാഭാവികമായിട്ടും സുധാകരനെ അങ്ങനെ തള്ളിക്കളയാനൊന്നും കഴിയുകയില്ല. ഇപ്പോൾ കണ്ണൂരിൽ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, മധ്യമേഖലയിൽ പാർട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ വടക്കൻ മലബാറും മധ്യമേഖലയും എല്ലാം അപ്പോ സുധാകരന്റെ ഒരു സ്പേസ് വരുന്ന ഈ ഒരു ഇടങ്ങളിലാണ്. കണ്ണൂർ, കോഴിക്കോട്, അങ്ങോട്ടുള്ള മേഖലകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സുധാകരനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇടപെടലുകളുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ആളുകളുണ്ട്. പിന്നീട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കുക, അതായത് എം പിമാർ മത്സരിക്കേണ്ട എന്നുള്ള ഒറ്റ നിലപാടിലേക്ക്, കർക്കശമായിട്ടുള്ള നിലപാടിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയമെന്ന മാധ്യമങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് കെ സുധാകരൻ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു, 25 പേരെ മത്സരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പാർട്ടി പറയണം, അല്ലെങ്കിൽ കെ സുധാകരൻ പറയണം. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതുവരെ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കുന്നതിന് മുമ്പിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പം അവസാന നിമിഷം പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ കെ സുധാകരൻ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഇത്രയും നേരം കൊടുത്ത വാർത്തയുടെ അടിസ്ഥാനം എന്ത് എന്ന് മാധ്യമങ്ങളോട് തിരിച്ചു ചോദിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇപ്പോൾ രാഷ്ട്രീയമാണ്, നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പോൾ കെ സുധാകരൻ കെ.സി. വേണുഗോപാലിനെ വിളിച്ചിട്ട് കെ.സി. വേണുഗോപാൽ പറയുകയാണ് എം പിമാർ ആരും മത്സരിക്കേണ്ട എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് എന്ന് പറയുന്ന സമയത്ത് എന്താ ശരി, ഓക്കെ ബൈ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു, ഓക്കെ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിടാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ. അല്ല, അത് മാത്രമല്ല കണ്ണൂർ മത്സരിക്കാനായിട്ട് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി കഴിഞ്ഞു. അല്ല രാഹുൽ, എനിക്ക് ഇതിൽ തോന്നുന്ന മറ്റൊന്നുമല്ല, ഈ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായി ഈ പറയുന്ന കെ സുധാകരന് വേണ്ടി പറയുമ്പോൾ ഒരു വേള മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇതാണോ? എനിക്ക് അങ്ങനെ സംശയമുണ്ട്. കാര്യം അല്ലെങ്കിൽ ഒരു ടാർഗറ്റ്, അല്ലെങ്കിൽ ഒരു നേതാവിന് വേണ്ടി പണിയെടുക്കുന്ന രീതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പോകുന്നോ എന്നൊരു സംശയമുണ്ട്. അല്ല, കെ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അത്രയും ശക്തനായിട്ടുള്ള കരുത്തനായിട്ടുള്ള നേതാവാണ്. ഇന്നലെയും കേരളം അറിയുന്നതുതല്ല. അതെ, അദ്ദേഹം കെ കരുണാകരൻ കണ്ടെത്തിയൊരു KPCC പ്രസിഡന്റ് ആണ്. അദ്ദേഹം പാർട്ടി വിട്ട് പോയി കഴിഞ്ഞാൽ അത് KPCC പ്രസിഡന്റ് ആണ്. ഇപ്പോഴുമുള്ള KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നോമിനിയാണ്. അതെ, അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ പോലും ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ടാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്ര കണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ കണ്ണു ഉടച്ചുകൊണ്ട് ഇതിനെ അങ്ങ് സമ്മതിക്കുക. കാര്യം കേരളത്തിലെ രാഷ്ട്രീയമാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന രീതിയിൽ ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു തരൂർ പരാതി പറഞ്ഞിട്ടുണ്ട്. തരൂരിനോട് ഒരു അഡ്വൈസ് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. തരൂര് സത്യം പറഞ്ഞാൽ തരൂരൊക്കെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി പറയുമെന്നൊക്കെയാണ് നമ്മുടെ പല സുഹൃത്തുക്കളും കോൺഗ്രസ്സുകാരായ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് കൃത്യമായ അഡ്വൈസ് കിട്ടാതെ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇതിന്റെ മേൽ തീരുമാനം എടുക്കുമെന്നുണ്ടെങ്കിൽ ഇത് ദുരവ്യാപകമായ വിപത്ത്. അല്ല, ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ രമേശ് ചെന്നിത്തല വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഏകദേശം എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ ആയി കഴിഞ്ഞു. ഏകദേശം 5 സീറ്റിൽ മാത്രമാണ് വിഷയം നിലനിൽക്കുന്നത്. ആ സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് സുധാകരനുമായിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും ചർച്ചയാകുന്ന ഒരു വിഷയം വരുന്നതും പിന്നീട് അത് വീണ്ടും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതും. എന്താണെങ്കിലും അവസാന നിമിഷം രാഹുൽ ഗാന്ധി ഇടപെടുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളിതെല്ലാം പറയുന്ന സാഹചര്യത്തിലും കേരള നേതൃത്വമായിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ഇടപെട്ടാൽ തീരാവുന്ന വിഷയം മാത്രമേ. രാഹുൽ ഗാന്ധി അവസാന വാക്കായി ഇപ്പോൾ രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധി വിളിച്ചെന്ന് പറയുന്നു. ഇപ്പൊ മല്ലികാർജുൻ ഖാർഗെക്കാളും മുകളിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ഇപ്പോ കോൺഗ്രസ് പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. അല്ല, സുധാകരൻ എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് അനുസരിക്കും. രാഹുൽ ഗാന്ധി അനുസരിക്കും. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആരും വിളിച്ചില്ല എന്നുള്ള പരാതി, അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് ആരെയും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള പരാതി പറയുന്നത്, ആരെയും കാണാനൊന്നും പോയില്ല, ഇങ്ങോട്ട് കാണാൻ വരുമെന്നായിരുന്നു അദ്ദേഹം കരുതിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇപ്പോൾ രമേശ് അത് സ്ക്രീനിങ് കമ്മിറ്റി ആണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാത്രി മുഴുവനായിട്ടിരുന്ന ചർച്ചകളാണ്. പുറത്തേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല.
അതായത് കേന്ദ്ര നേതൃത്വമാണ് അവിടെ. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ആസാമുണ്ട്, ഇങ്ങോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അവിടുന്നുള്ള പ്രതിനിധികളെല്ലാം അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഒരുപാട് അടിത്തറകൾ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ചുമ്മാ ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി മാഷും പിന്നെ MA ബേബിയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമില്ല ചിത്രത്തിലെ അവസാനം അല്ല. അത് അവസാനം ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് തീരുമാനിച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് MA ബേബിയുടെ കൊടുക്കുന്നു, പുള്ളി ഒപ്പിട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ KPCCയുടെ കയ്യിൽ ഒരു സർവേ കാണും, സ്ഥാനാർത്ഥി നിർണയം കാണും, DCCയുടെ കയ്യിൽ കാണും. ഇതെല്ലാം കൂടെ സ്വരൂപിച്ചായിരിക്കും AICCയിലേക്ക് ചെല്ലുന്നത്. AICC ചെല്ലുമ്പോഴോ അവരുടെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ കാണും, അവരുടെ സർവേകൾ കാണും. അതുകൂടാതെ അവരയച്ചിട്ടുള്ള ഓരോ നേതാക്കന്മാരുണ്ട്, കനകോലി പോലുള്ള ആളുകളുണ്ട്, അവരെ പോലുള്ള ആളുകളുടെ റിപ്പോർട്ടുകൾ ഉണ്ടാവും. അതുകൂടാതെ രഹസ്യമായിട്ട് ഇവർ അന്വേഷിക്കാൻ വിട്ടുള്ള രഹസ്യ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ കാണും. ഇതെല്ലാം കൂടെ സ്വരൂപിച്ച് ഇതിന്റെ എല്ലാം ഒരു ആവറേജ് കണക്കെടുത്തതിന് ശേഷമാണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ വിജയ സാധ്യത നോക്കി തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന രീതിയൊക്കെ പോയി. കഴിഞ്ഞ കാലങ്ങളിലായിരുന്നു എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് തന്നേ പറ്റൂ, എൻ്റെ ഗ്രൂപ്പിന് തന്നേ പറ്റൂ എന്നുള്ള രീതിയൊക്കെ പോയി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആരെ നിർത്തിയാൽ വിജയിക്കും, ആരാണ് അവിടെ സ്ഥാനാർത്ഥിയാകാൻ കൃത്യമായിട്ട് ആ ഒരു മണ്ഡലം, ആ ഒരു ജില്ല, അതിനെ പ്രതിദാനം ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഫേസ് വാല്യൂ ഉള്ള നേതാക്കന്മാരെ വെച്ചിട്ട് അനാലിസിസ് ചെയ്തിട്ടാണ് കൃത്യമായിട്ട് ഒരു അവസാന ഒരു ഔട്ട്കമ്മിലേക്ക് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സമയമെടുക്കും. ഇനിയും ഏകദേശം 5 സ്ഥാനാർത്ഥികളെയും കൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ലിസ്റ്റും ആകും. അത് ഉടനെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇടപെടുന്നതിനെ നോക്കാം. ഉച്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല ഇതിനിടയിൽ നന്നായിട്ട് അദ്ദേഹം സുധാകരന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. പിന്നീട് എനിക്ക് തോന്നുന്നു രാഹുൽ, ഇത് അവസാനം സുധാകരൻ കണ്ണൂർ മത്സരിക്കാനുള്ള ഒരു തീരുമാനം രാഹുൽ ഗാന്ധി അതിൽ എത്തിച്ചേരുമെന്ന് തന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യം. കോൺഗ്രസ് ജയിക്കേണ്ടത് നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം മാറണം എന്നൊരു വികാരം ഭരണവികാരം മാത്രമല്ല, പാർട്ടി അത്രയും വിഷയമായിട്ട് കണ്ണൂരിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായിട്ടും ആ അവസരത്തിൽ സുധാകരൻ കോൺഗ്രസിനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയൊരു ബാധ്യതയായിരിക്കും. ബാധ്യത മാത്രമല്ല, അതൊരു പ്രതിസന്ധി ആയിരിക്കും. അതെ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവർ വലിയ പ്രതിസന്ധിയിലാണ്, അവർ വലിയ വിഭാഗീയതയിലാണ്. അത് കണ്ണൂർ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങൾ, മുഴുവൻ ജില്ലകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ആ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, അത് ഒറ്റ നേതാവിൽ കൊണ്ട് മാത്രം ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് മരണത്തിന് തുല്യമായിരിക്കും. അപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് അതിന് മുതിരില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് വിളിച്ച് സംസാരിച്ച് വിഷയം മാത്രമേ ഉള്ളൂ. 12 മണിക്ക് ശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ആരാണ് പറയുന്നത്, എവിടെ നിന്നാണ് പറയുന്നത്, എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് ഇത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് ശരിക്കും, കാര്യം സോഷ്യൽ മീഡിയയിലെ കെ സുധാകരന് വേണ്ടി വളരെ നല്ല രീതിയിൽ അദ്ദേഹം എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയുമായിട്ട് കോൾ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ അതൊക്കെ വാർത്തയാണ്, അതൊക്കെ സോഴ്സുകൾ കിട്ടുമെങ്കിലും ഇതിന്റെ ഒരു യാഥാർത്ഥ്യം അല്ല, അത് എപ്പോ വേണമെങ്കിലും മാറാനാണ് രാഷ്ട്രീയപരമായിട്ടുള്ള. അത് ഈ പറയുന്ന രീതിയിൽ സോഴ്സുകൾ കൂടെയുള്ളവർ രമേശ് ചെന്നിത്തല വിളിച്ചു എന്നുള്ളത് കൂടെയുള്ളവർ തന്നെയായിരിക്കും വാർത്ത അവർക്ക് ചോർത്തി കൊടുക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ എങ്കിലും ഈ പറയുന്ന രീതിയിൽ കണ്ണും പൂട്ടിയുള്ള കുറെ പറച്ചിട്ടുണ്ട്. ആ തീർന്നു, സുധാകരൻ തീർന്നു, പകരം സ്ഥാനാർത്ഥിയായി അവരവിടെ യോഗം. ഇത് എന്തോ ഒരു റിവഞ്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ സുധാകരനെ നിർത്തരുത്, ആർക്കോ വേണ്ടി പണിയെടുക്കുകയാണ്. അത് ഇത്രയും ദിവസം നമ്മൾ കണ്ടിരുന്നത് CPM-നകത്തെ വിള്ളലുകളും മറ്റു കാര്യങ്ങളുമാണ്. കോൺഗ്രസിൽ തമ്മിലടിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിലേക്ക് ഒതുക്കിക്കൊണ്ട് രാഹുൽ അപ്പൊ തോന്നുന്നത് വാർത്തകൾക്ക് വേണ്ടി മുഖ്യധാരാ മാധ്യമങ്ങൾ വേണ്ടാത്ത രീതിയിൽ ഒരു വല്ലാത്ത വളച്ചുകെട്ട് പ്രൊപ്പഗണ്ട സൃഷ്ടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും സുധാകരൻ പോകുമോ ഇല്ലയോ എന്നുള്ളത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിനനുസരിച്ച് നമുക്ക് അറിയാൻ കഴിയും. എന്താണെങ്കിലും അദ്ദേഹത്തിന് ശേഷം ഞാനൊരു എന്താ പറയാ ശുഭാപ്തി വിശ്വാസിയാണ്. ഇത് സംഭവം ഇത് നേരായ രീതിയിൽ വരും. സുധാകരൻ ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ കണ്ണൂര് CPM 7 കീറായി നിൽക്കുക. തളിപ്പറമ്പ്, തലശ്ശേരി, ഇനി ഒരിടവും ഇല്ല, എല്ലായിടത്തും പ്രശ്നങ്ങൾ. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പാർട്ടിയെ കണ്ണൂർ ഒറ്റി കൊടുക്കില്ല. അതുകൂടാതെ VD സതീശൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന്. അതെന്താണ് വിസ്മയമായിരിക്കാം, ചിലപ്പോഴത്തെ അവസാനത്തെ വിസ്മയം കണ്ണൂര് അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കും എന്ന് പാർട്ടി തീരുമാനിക്കും, AICC തീരുമാനിക്കും, രാഹുൽ ഗാന്ധി തീരുമാനിക്കും. അതായിരിക്കാം. ഇപ്പൊ ഏഷ്യാനെറ്റിലേക്ക് വക്താക്കൾ പറയുന്നത് കേട്ടാൽ അവർ തീരുമാനിച്ചു കഴിഞ്ഞു, അവർ പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ
അങ്ങനെയാണ് പറയുന്നത്. സത്യത്തിൽ ഇത്രയും കൊല്ലം പണിയെടുത്ത, ഇത്രയും കൊല്ലം എക്സ്പീരിയൻസ് മാധ്യമ മേഖലയിലുള്ളവരൊക്കെ വന്നിന്ന് പറയുന്ന കേട്ടാൽ ലിസ്റ്റായി അവരെ കൈ കിട്ടിക്കഴിഞ്ഞു. അവരിതാ പറയുന്നു സുധാകരൻ ഇല്ല. എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കെ സുധാകരൻ കണ്ണൂർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് മാത്രം ഇളവ് കൊടുക്കാനാണ് സാധ്യത. രാഹുൽ ഗാന്ധി ഇടപെടുന്ന പറയുമ്പോൾ ഇളവ്, കാര്യം മല്ലികാർജുൻ ഖാർഗെ വരെ പോയിരുന്നുള്ളൂ. അവസാന വാക്ക് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് കേരള ഭരണം വേണം. കേരളത്തിൽ കോൺഗ്രസ് വരേണ്ടത് രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ AICCയുടെ ആവശ്യം കൂടെയാണ്.